ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാനങ്ങനെ അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊന്നും വരുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ എനിക്ക് ഈ KSRTC ബസ്സിനെ കുറിച്ച് ഞാനിപ്പോഴാണ് ഒരു നിയമം ഇന്ന് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഞാനൊരു KL15 സിറ്റി ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെ ഒരു ബസ്സിൽ ഞാനിപ്പോൾ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ കൊടുക്കാൻ 2 രൂപ ചില്ലറ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 20 രൂപയാണ് ആ കണ്ടക്ടർക്ക് ഞാൻ കൊടുത്തപ്പം അയാൾ എന്നോട് പറഞ്ഞു 2 രൂപ ചില്ലറ ഇല്ല, 2 രൂപ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല സാറേ എനിക്ക്. അന്നേരം അയാൾ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്, ഞാൻ ഡിപ്പോയിൽ ചെന്ന് ബാക്കി വാങ്ങിക്കുമെന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ് കോവളത്തിറങ്ങുന്ന ഞാൻ പോയി ഡിപ്പോയിൽ പോയി വാങ്ങിക്കാനാ. അന്നേരം പറഞ്ഞ് അത് നിയമത്തിൽ ഇപ്പം അങ്ങനെയാണ്, ചില്ലറ യാത്രക്കാരന് കൊടുക്കാനില്ലെങ്കിൽ അവർ ഡിപ്പോയിൽ തന്നെ പോയി വാങ്ങിക്കണമെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ചിലപ്പം ഇവിടുന്ന് കയറി ഈ ഡിപ്പോയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. അവിടുന്ന് ഞാൻ എൻ്റെ ബാലൻസ് പൈസ വാങ്ങിക്കാനായിട്ട്, അതായത് ഈ ഒരു 8 രൂപ വാങ്ങിക്കാനായിട്ട് ഞാൻ അവിടുന്ന് വണ്ടി കയറി അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് ഞാൻ ഡിപ്പോയിൽ ചെന്ന് ആ പൈസ വാങ്ങിക്കണമെന്നാണ് ആ കണ്ടക്ടർ പറഞ്ഞത്. അങ്ങനെ ഒരു നിയമം KSRTCക്ക് അങ്ങനെ ഒരു നിയമം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഞാൻ അറിയാതെ ഇരുന്നതാണോ, അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ പൈസ ബാലൻസ് തരാതെയാണ് പോയത്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞത് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് ഇയാൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, ബാക്കി ഞാനങ്ങ് പറഞ്ഞോളാമെന്ന്. യാത്രക്കാരോട് ഇങ്ങനെയാണോ ഒരു കണ്ടക്ടർ ചെയ്യേണ്ടത്? ഗവൺമെൻറ് ജീവനക്കാരോട് മറ്റുള്ള ജനങ്ങൾ അതിക്രമിച്ച് ഒന്നും പറയാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ജനങ്ങളോട് ഈ ഗവൺമെൻറ് ജീവനക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് അങ്ങനെ ഒരു നിയമമാണോ സാറേ ഇട്ടിരിക്കുന്നത്? ഇതിന് മറുപടി ഇത് എന്താണ് എന്നുള്ളത്. എൻ്റെ 8 രൂപ അയാൾ എനിക്ക് തന്നിട്ടില്ല. എന്നെ ഇങ്ങനെ ഇയാൾ ഇത് കാണിച്ചതിന് ആ 8 രൂപയുടെ ഇതും കൂടെ ചേർത്ത് അയാൾ എനിക്ക് തരണം. അയാൾ 8 രൂപയാണ് എനിക്ക് തരാനുള്ളതെങ്കിൽ എനിക്ക് അയാൾ എന്നെ ഇങ്ങനത്തെ ആ ഒരു രീതിയിൽ അയാൾ സംസാരിച്ച് ഇറക്കി വിട്ടതിന് എന്താണ് മറുപടി സാറിന് പറയാനുള്ളത്? ആദ്യം സാറേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ KSRTC ജീവനക്കാർ പല യാത്രക്കാരോടും പല വയസ്സായ അമ്മച്ചിമാരോടും അപമര്യാദയായിട്ട് ചില്ലറ ഇല്ലാത്തതിൻ്റെ പേരിൽ സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ പല ബസ്സുകളിലും കണ്ടിട്ടുള്ളതാണ്. ആദ്യം യാത്രക്കാരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സഹകരിക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുക. മീൻ കച്ചവടം ചെയ്യാൻ പോകുന്ന അമ്മച്ചിമാരെ ചരിവ അവരുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവരെ വണ്ടി കയറ്റത്തില്ല ചില ഡ്രൈവർമാരും ചില കണ്ടക്ടർമാരും. അതും പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് സാറിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ പെടുത്തണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇപ്പം ഈ നടന്ന സംഭവത്തോടു കൂടിയാണ് ഇതിപ്പം ഞാനിങ്ങനെ ഒന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഇത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് സാറിൻ്റെ ശ്രദ്ധയിൽ പെടുവാൻ ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇനി ആരോടും ഇങ്ങനെ പറയാൻ പാടില്ല. കോവളത്തിറങ്ങേണ്ട ഞാൻ വിഴിഞ്ഞം ഡിപ്പോയിൽ ചെന്ന് ബാലൻസ് 8 രൂപ വാങ്ങിക്കാനാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഇത് ശരിയോ തെറ്റോ?